ഹോറസ് ജനിച്ചത് കന്യകയായ ഐസിസ് എന്ന സ്ത്രീയിൽ, യേശു ജനിച്ചത് കന്യകയായ മറിയത്തിൽ. ഐസിസ് കന്യകയായിരുന്നു എന്ന വാദം ഈജിപ്ഷ്യൻ മിത്തോളജിക്ക് വിരുദ്ധമാണ്. ഹോറസിന്റെ മാതാവായിരുന്ന ഐസിസ് ഒരു കന്യകയായിരുന്നു എന്ന വാദത്തെ പ്ലൂട്ടാർക്കിന്റെ രേഖകൾ തന്നെ ഗണിക്കുന്നുണ്ട്. ഹോറസിന്റെ ജനനം ഒസീരിസിൽ നിന്നും ഈസിസിൽ നിന്നുമാണെന്ന് പ്ലൂട്ടാർക്ക് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദ ബർത്ത് ഓഫ് അപ്പോളോ ഫ്രം ഈസിസ് ആൻഡ് ഒസീരിസ്. ഇവിടെ അപ്പോളോ എന്നത് ഹോറസിനെ സൂചിപ്പിക്കാൻ ഗ്രീക്കുകാർ ഉപയോഗിക്കുന്ന ഒരു ഇന്റർപ്രറ്റേഷ്യ ഗ്രീക്ക ആണ് കേട്ടോ. അതായത് ഗ്രീക്കുകാർ അവർക്ക് പരിചിതമായ ദൈവങ്ങളുടെ ലെൻസിലൂടെയാണ് മറ്റ് സംസ്കാരങ്ങളിലെ ദൈവങ്ങളെ കണ്ടിരുന്നത്. ഹോറസിനെ അവർ അപ്പോളോയ്ക്ക് തുല്യനായ ഒരു ദൈവമായി കണക്കാക്കിയതുകൊണ്ട് ഹോറസിനെ അവർ അപ്പോളോ എന്ന് വിളിച്ചു. ഈജിപ്ഷ്യൻ പുരാണങ്ങൾ പ്രകാരം ഒസീരിസിന്റെ പത്നിയാണ് ഐസിസ്. കൊല്ലപ്പെട്ട ഒസീരിസിന്റെ ശരീരഭാഗങ്ങൾ മാന്ത്രികമായി കൂട്ടിച്ചേർത്ത് തന്റെ ഭർത്താവായ ഒസീരിസിൽ നിന്ന് തന്നെയാണ് ഈസിസ് ഗർഭം ധരിക്കുന്നത്. ഇത് ഒരിക്കലും ഒരു കന്യകാ ജനനമല്ല. ഈസിസിനെ ഈസിസ് മേരി എന്ന് വിളിച്ചിരുന്നു എന്ന് ചിലർ വാദിക്കാറുണ്ട്. പക്ഷെ എന്നാൽ ഈ മേരി എന്ന ഈജിപ്ഷ്യൻ വാക്ക് ഒരു പേരല്ല, പ്രിയപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ്. മിക്ക ദൈവങ്ങളുടെയും രാജാക്കന്മാരുടെയും പേരിനൊപ്പം ഈ മേരി എന്ന് ചേർക്കാറുണ്ട്. ഉദാഹരണത്തിന് മേരി അമുൻ, അമുന് പ്രിയപ്പെട്ടവൻ; മേരി റാ, റായ്ക്ക് പ്രിയപ്പെട്ടവൻ. ഐസിസ് മേരി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവളായ ഐസിസ് എന്ന് മാത്രം. യുക്തിവാദികളെ നിങ്ങൾക്ക് കോമൺ സെൻസ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിക്കുക. ഈ മേരി എന്നത് മറിയം എന്ന പേരിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. എന്നാണ് ഈ ഇംഗ്ലീഷ് ഭാഷ നിലവിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചരിത്രപരമായ ഒരു അറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. 10ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ മേരി എന്ന പരിഭാഷ പ്രചാരത്തിലാകുന്നത്. മരിയ അല്ലെങ്കിൽ മിറിയാം എന്നൊക്കെയാണ് ഒറിജിനൽ ലാംഗ്വേജിലെ പേര്. മറിയാം എന്ന പേരിന് 10ാം നൂറ്റാണ്ടിന് ശേഷം ഇംഗ്ലീഷ് ഭാഷയിൽ നിലവിൽ വന്ന മേരി എന്ന പരിഭാഷയ്ക്ക് പുരാതന ഈജിപ്ഷ്യൻ ഭാഷയിലെ പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥം വരുന്ന മെറി എന്ന വാക്കുമായിട്ടുള്ള സാദൃശ്യമാണ്. ഇത് രണ്ടും ഒന്നാണെന്നുള്ളതിനുള്ള തെളിവായി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ യുക്തിരാഹിത്യവും ഗംഭീരമായ സയന്റിഫിക് ടെമ്പറും ഓർത്ത് സഹതാപം മാത്രമേ ഉള്ളൂ.